അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മൈനർ പെൺകുട്ടികളെ വലവീശി പിടിച്ച് വൻകിടക്കാർക്ക് കാഴ്ചവെച്ച് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ആളുകളെ സമ്മർദ്ദത്തിലാക്കി ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്പറേഷൻസിൻ്റെ ചുമതലക്കാരനായി ഇദ്ദേഹം പ്രവർത്തിച്ചു എന്ന വിവരമാണ് ഏറ്റവും നടുക്കുന്ന വിവരം. ഇസ്രയേലിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിശകലന വിദഗ്ധരും മാധ്യമപ്രവർത്തകരും മൊസാദിൽ മുൻപ് പ്രവർത്തിച്ചവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ മൊസാദിൻ്റെ ഓപ്പറേഷൻസിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാര്യം ബ്ലാക്ക് മെയിൽ ഓപ്പറേഷൻസ് നടത്തുക. ആർക്ക് വേണ്ടി? മൊസാദിന് വേണ്ടി ബ്ലാക്ക് മെയിൽ ഓപ്പറേഷൻസ് നടത്തുക. ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗ്ഗം എന്താണ്? അതാണ് സ്ത്രീകളുമായി ബന്ധമല്ല, പെൺകുട്ടികളുമായി ബന്ധമുണ്ടാക്കുക. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മൈനർ പെൺകുട്ടികളെ വലവീശി പിടിച്ച് വൻകിടക്കാർക്ക് കാഴ്ചവെച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുകയോ അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വിടുമെന്നോ എങ്ങനെയൊക്കെയോ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ആളുകളെ സമ്മർദ്ദത്തിലാക്കി ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്പറേഷൻസിൻ്റെ ചുമതലക്കാരനായി ഇദ്ദേഹം പ്രവർത്തിച്ചു എന്ന വിവരമാണ് ഏറ്റവും നടുക്കുന്ന വിവരം. അതിലാണ് നേരത്തെ അജിംസ് പറഞ്ഞതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ അമേരിക്കൻ രാഷ്ട്രീയത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ അമേരിക്കയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരം വിവാദങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തെ ആകമാനം പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ആളുകളുടെ അധികാര നഷ്ടത്തിലേക്ക് വരും പോയിട്ടുണ്ട്. ഇപ്പോൾ ബിൽ ക്ലിൻ്റൻ്റെ കാലം മുതൽ നമുക്ക് ഇങ്ങോട്ട് അറിയാം. ഇപ്പോഴും ട്രംപുമായി ബന്ധപ്പെട്ട എന്ത് വിവരം ഈ കാര്യത്തിൽ പുറത്തു വരുമെന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന് പോലും അതിനെക്കുറിച്ച് ഭയപ്പാടുണ്ട്. ട്രംപിൻ്റെ ഇത്തരം ഇടപാടുകളുടെ വിശദാംശങ്ങൾ വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് അറിയാം എന്ന ഒരു കഥ പോലും ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് റഷ്യയുമായി ട്രംപ് പലപ്പോഴും കോർക്കാൻ മടി കാണിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പോലും പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ നേതാക്കളും അത് അമേരിക്കൻ ലീഡേഴ്സായ പോലും ഭയപ്പെടുന്ന ഒരു സംഗതിയാണ് പുറത്തു വരാൻ പോകുന്ന ഈ കാര്യങ്ങൾ. സോ ഇത് അമേരിക്കയുടെ പോളിസിയെ ഡിസൈഡ് ചെയ്യുന്നതിൽ, അമേരിക്കയെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നതിൽ, അമേരിക്കയെ കൊണ്ട് ഫണ്ട് ഇറക്കിക്കുന്നതിലെല്ലാം ഇത്തരം ബ്ലാക്ക് മെയിൽ ഓപ്പറേഷൻസ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നോ എന്ന് പറയുന്ന ഗൗരവമായൊരു ചോദ്യം അവിടെ ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് എന്തുമാത്രം ഇത് എക്സ്പോസ് ചെയ്യപ്പെടും വെളിച്ചവിശ്വം ചോദിച്ചാൽ അതിനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. കാരണം അമേരിക്കയുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതും അമേരിക്കയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ടതും അമേരിക്ക ഇസ്രയേൽ ബന്ധവുമായി ബന്ധപ്പെട്ടതൊക്കെ ആയിട്ടുള്ള വിവരങ്ങളാണ് വരികയാണെങ്കിൽ പുറത്തു വരേണ്ടത്. അവയൊന്നും പുറത്തു വരുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഈ സംഗതികൾ, ഈ ഡിബേറ്റ് അമേരിക്കക്കാരെ കൂടുതൽ ഉത്സാഹഭരിതരാക്കിയിരിക്കുന്നു. സത്യത്തിൽ ആരൊക്കെയാണ് ഈ കുടുക്കിൽപ്പെട്ടിരിക്കുന്നത്, അതിന് നമ്മൾ അമേരിക്കൻസ് എന്ന നിലയ്ക്ക് നമ്മൾ പേ ചെയ്തിട്ടുള്ളത് എന്തുമാത്രമാണ് എന്നുള്ള ചിന്ത ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അടക്കം എങ്ങനെയൊക്കെ ഇസ്രയേലിന് താല്പര്യത്തിന് അനുകൂലമായി, ഇസ്രയേൽ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് മോദിയായിട്ടുള്ള മീറ്റിംഗ് അറേഞ്ചിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. സോ അത് ഒരു ഇസ്രയേലി ഓപ്പറേറ്റർ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു ഇയാൾ കുറ്റവാളി മാത്രമല്ല, അയാളുടെ കുറ്റകൃത്യങ്ങൾ പലപ്പോഴും അയാൾക്ക് വേണ്ടി പോലും ആയിരുന്നില്ല എന്നതിൻ്റെ വലിയ സൂചന തരുന്നു. പക്ഷേ എന്തുമാത്രം എക്സ്പോസ്ഡ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏറെക്കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, അമേരിക്കയെ നയിക്കുന്നതും നിർണ്ണയിക്കുന്നതും അമേരിക്കയിൽ കാര്യങ്ങൾ പോളിസി ഡിസൈഡ് ചെയ്യുന്നതും എക്സ്റ്റേണൽ ഫോഴ്സസ് ആണെന്ന കാര്യം കൂടുതൽ ഉറപ്പിക്കുന്നുണ്ടെന്ന് തോന്നിയത്.